സ്വയം അവർ ഈ ഒരു ബിസിനസിന് വേണ്ടി ഇറങ്ങി തിരിച്ച് ആ മേഖലയിൽ വിജയം കൈവരിക്കുക എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല. സോ മൈ ഡിയർ ഫ്രണ്ട്സ്, ഞാൻ നേരത്തെ പറഞ്ഞു, കഴിഞ്ഞ 10 വർഷം നമ്മൾ കണ്ടത് ഒരു ചെറിയ വളർച്ചയായിരുന്നെങ്കിൽ ഇനി ഈ നിൽക്കുന്ന ആളുകളെ ഒപ്പം നിർത്തിക്കൊണ്ട് ഞാൻ പറയാണ്, ഇനി കാണാൻ പോകുന്നതാണ് വലിയ വളർച്ച എന്ന് പറയുന്നത്. മോദിക്കാരുടെ വലിയ മാറ്റങ്ങൾ നമ്മളിനി കാണാൻ പോകുന്നത്. എനിക്ക് ഉറപ്പുണ്ട് ദിനേശ്, കഴിഞ്ഞ 10 വർഷം കൊണ്ട് നമ്മൾ നേടിയത് എന്താണോ നേട്ടങ്ങളെ കുറിച്ചൊക്കെ ദിനേശ് സംസാരിക്കേണ്ടായി, ഞാൻ അതിലേക്ക് കിടക്കുന്നില്ല. പക്ഷെ എനിക്ക് ഉറപ്പുണ്ട് ശ്രീത്തെ, എനിക്ക് ഉറപ്പുണ്ട് അനീഷ്, എല്ലാവരോടും എനിക്ക് ഉറപ്പിച്ച് ഞാൻ പറയാനും, കഴിഞ്ഞ 10 വർഷം കൊണ്ട് നമ്മൾ നേടിയത് എന്താണോ അതിന്റെ 10 ഇരട്ടി അടുത്ത 3 വർഷം കൊണ്ട് നമ്മൾ മോദിക്കല്. അതൊരു സംശയവും വേണ്ട, അതിലൊരു തർക്കവും വേണ്ട. കാരണം വി ആർ ലിവിംഗ് ഇൻ ഇന്ത്യ. നമ്മൾ ഇന്ത്യയിലാണ് നമ്മൾ ജീവിക്കുന്നത്. 140 കോടി ജനങ്ങളുണ്ട്. ഈ 140 കോടി ജനങ്ങളിൽ 4-ൽ ഒരാൾക്കെങ്കിലും നമ്മുടെ പ്രൊഡക്റ്റ് ആവശ്യമാണെന്ന് ഞാനല്ല പറഞ്ഞിരിക്കുന്നത്. സാക്ഷാൽ പ്രധാനമന്ത്രി അവരുടെ കണക്കുകൾ ഓൾറെഡി പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ഇന്ത്യയിൽ 4 പേരിൽ ഒരാൾക്കെങ്കിലും ലൈഫ് സ്റ്റൈൽ പ്രശ്നങ്ങളുണ്ട്, പൊണ്ണത്തടിയുണ്ട്. സ്വാഭാവികമായിട്ടും ആ ആളുകളിലേക്ക് നമ്മുടെ പ്രോഡക്റ്റ് നമുക്കൊന്ന് എത്തിച്ചു കൊടുക്കാൻ സാധിച്ചാൽ, നമ്മുടെ പ്രോഡക്റ്റ് നമുക്കൊന്ന് പരിചയപ്പെടുത്തി കൊടുക്കാൻ സാധിച്ചാൽ, നിങ്ങൾ ആലോചിച്ച് നോക്കൂ, എന്തായിരിക്കും നമ്മുടെ ബിസിനസിന്റെ നെക്സ്റ്റ് റെവല്യൂഷൻ എന്ന് പറയുന്നത്. ആലോചിക്കുന്നുണ്ട്. ഇവിടെ ഇരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരുമായിട്ടും ഈ നിൽക്കുന്ന ആളുകൾ മുഴുവൻ കണക്റ്റഡ് ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. യെസ് ഓർ നോ? യെസ്. ഒറ്റ കാര്യം ചെയ്യണം, അവരോടൊന്ന് പറയണം, അവരോട് ആ കൈ പിടിച്ചൊന്ന് പറയണം, എന്റെ ജീവിതത്തിൽ എനിക്കൊരു മാറ്റം വേണം, എന്റെ കുടുംബത്തിൽ എനിക്ക് കുറച്ചുകൂടെ സന്തോഷം വേണം. അവിടെ ഈഗോ കാണിക്കാൻ പാടില്ല, അവിടെ നിങ്ങൾ കോംപ്ലക്സ് വിചാരിക്കരുത്. നിങ്ങൾ ഈ പ്രോഗ്രാമിലേക്ക് വന്നിരിക്കുന്നത് ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണെങ്കിൽ പ്ലീസ് ഹോൾഡ് ദെയർ ഹാൻഡ്സ്. അവരുടെ കൈയൊന്ന് പിടിക്കുക, പറയണം, ഉള്ളതൊന്ന് സംസാരിക്കണം. ഇനി കരച്ചിൽ വരുന്നുണ്ടെങ്കിൽ കരയണം, പറയണം. ഒരുപാട് അപമാനങ്ങൾ നേരിട്ടു, പണമില്ലാത്തതുകൊണ്ട്, സൗകര്യങ്ങളില്ലാത്തതുകൊണ്ട്. പലപ്പോഴും ഞാൻ ജീവിതത്തിൽ ഒറ്റപ്പെട്ടു പോയി, കുടുംബത്തിൽ ഒറ്റപ്പെട്ടു പോയി, സമൂഹത്തിൽ ഒറ്റപ്പെട്ടു പോയി. ഈ ഒരു അവസരത്തിലൂടെ എനിക്കൊരു മാറ്റം ഉണ്ടാകുമെങ്കിൽ ഡെഫിനിറ്റ് ആണ് ഞാൻ സാറിന്റെ കൂടെ ഉണ്ടാവും, ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടാവും. വെൽക്കം അഷ്റഫ്, ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടാവും. അങ്ങനെ പറയാനുള്ള ഒരു മനസ്സ് നിങ്ങൾക്കുണ്ടെങ്കിൽ ഉറപ്പാണ് അടുത്ത തവണ ഇതുപോലൊരു പ്രോഗ്രാം നടക്കുമ്പോൾ ഇതിരിക്കുന്ന പല ആളുകളും ഈ സ്റ്റേജിൽ ഉണ്ടാവും എന്ന കാര്യം ഞാൻ ഈ ഒരു അവസരത്തിൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്.